പൊതുവായ ഉത്തരവാദിത്തമില്ലായ്മയുടെ ബാക്കിപത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന് പെട്ടെന്ന് ഒരു MLA ആയും പിന്നീട് മന്ത്രിയായിട്ടൊക്കെ പരിണാമം സംഭവിച്ചപ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു ധാർഷ്ട്യം, അഹങ്കാരം. ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പും ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യ വകുപ്പാണ്. പുതുപ്പള്ളി MLA-ക്കും പാലാ MLA-ക്കും ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട് ഇതിനകത്ത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റത്തില്ല. ആ കൂട്ട ഉത്തരവാദിത്തം നടപ്പിലാക്കാത്തതിന്റെ, നിർവഹിക്കാത്തതിന്റെ രക്തസാക്ഷിയാണ് ഈ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്. ഈ ബിന്ദു ചേച്ചിയുടെ മരണത്തെ എങ്ങനെ ആഘോഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഓട്ടാക്കി മാറ്റാം എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് പൊതുസമൂഹം വരുത്തി വെച്ച വിനയാണ്. വൈറ്റ്സ് വൺ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കോട്ടയത്ത് നടന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. സർക്കാരിന്റെ അനാസ്ഥ, അതുപോലെ തന്നെ അവിടെയുള്ള പൊതുപ്രവർത്തകരുടെ അനാസ്ഥ, അതുപോലെ അവിടെയുള്ള ആശുപത്രി അധികൃതരുടെ അനാസ്ഥ, അങ്ങനെ അനാസ്ഥകൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ കാണുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ആദ്യം തന്നെ ബിന്ദു ചേച്ചിയുടെ കുടുംബത്തിന് അവരുടെ വേർപാടിലുണ്ടായ ദുഃഖം അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. അവരുടെ മകൻ പറയുന്നത് കേട്ടിരുന്നു, എൻ്റെ അമ്മ എനിക്ക് ഒരു നോക്കുകൂടി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. വളരെ ദയനീയമായ ഒരു അവസ്ഥ. കാരണം ഒരാൾക്കും ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയാണിപ്പോൾ. കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഉത്തരവാദിത്വമില്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതൊരു മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്വമില്ലായ്മയല്ല, ഒരു നാടിൻ്റെ പൊതുവായ ഉത്തരവാദിത്വമില്ലായ്മയുടെ ബാക്കിപത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വീണ ജോർജിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. വീണ ജോർജിനെ സംബന്ധിച്ചിട്ട് അവര് മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കേണ്ടതായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എങ്കിലും അത് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. പക്ഷെ അവരുടെ ധാർഷ്ട്യം പൊതുപ്രവർത്തന രംഗത്ത് നിന്നല്ലല്ലോ അവർക്ക് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നതും MLA ആയതും മന്ത്രി ആയതും ഒക്കെ. അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന് പെട്ടെന്ന് ഒരു MLA ആയും പിന്നീട് മന്ത്രിയായിട്ടൊക്കെ പരിണാമം സംഭവിച്ചപ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു ധാർഷ്ട്യം, അഹങ്കാരം. ഈ അഹങ്കാരമാണ് അവരെ വെറും സീറോ ആക്കി മാറ്റിയത് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവർ സ്വയം വിചാരിച്ചിരുന്നത് അവരൊരു ഹീറോ ആണെന്നാണ്. പക്ഷെ അവർ വെറും സീറോ ആണ് എന്നുള്ളത് ഓരോ ദിവസവും അവരിതിനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പും ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യ വകുപ്പാണ്. ഈ മന്ത്രി എത്രയും പെട്ടെന്ന് ഈ മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് തന്നെ അതൊരു പ്രശ്നമായി മാറും എന്നൊക്കെയുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആറന്മുളയിൽ നിന്ന് തന്നെയുള്ള ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ഇവരെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന അവസ്ഥയുണ്ട്. കാരണം ഇവരൊരു MLA പോയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ലാത്ത ആളാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അവരുടെ ഇടതുപക്ഷത്ത് നിന്ന്, അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഒരു കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു മന്ത്രിയും ഒരു വകുപ്പും, ആ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിലാണ് ഇതുപോലുള്ള ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അപ്പോഴൊരു ചോദ്യം ഉയരുന്നുണ്ടെന്നേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ, ആ മണ്ഡലത്തിന്റെ MLA ഉൾപ്പെടെ, ആ മണ്ഡലത്തിന്റെ ഈ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള മണ്ഡലത്തിലെ MLA-മാർ ഉൾപ്പെടെ, അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്താണ്? ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മെഷീൻ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അവിടുത്തെ MLA ആണ്. അപ്പോൾ ആ MLA-ക്ക് വില ചില ഉത്തരവാദിത്തങ്ങൾ. തൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഇത് കോട്ടയം ഏറ്റുമാനൂരാണ് മന്ത്രി VN വാസവൻ്റെ സ്ഥലമുള്ളത്. ഈ VN വാസവൻ MLA ആയിട്ടുള്ള നിയോജക മണ്ഡലമാണ് ഏറ്റുമാനൂരിനും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം MLA-ക്കും ഏറ്റുമാനൂർ MLA-ക്കും ഈ പറയുന്ന പുതുപ്പള്ളി MLA-ക്കും പാലാ MLA-ക്കും ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട് ഇതിനകത്ത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രതിഷേധിച്ച് രംഗത്തെത്തുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷ സ്വരം എന്ന് പറയുന്നത് നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ആശുപത്രി കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ പാലങ്ങൾക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് സമരമുഖത്ത് അല്ലെങ്കിൽ അത് പുതുക്കി പണിയണം അല്ലെങ്കിൽ പൊളിച്ചു പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതൊക്കെ എവിടെ പോയി എന്നുള്ളൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ പൊറാട്ട് നാടകം കളിക്കുകയാണ് എല്ലാവരും. അവിടെ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞു. ഈ മനുഷ്യജീവൻ ആരും വില കൽപ്പിക്കുന്നില്ല. അവിടെ വന്നിട്ട് രാഷ്ട്രീയക്കാരെല്ലാം പൊറാട്ട് നാടകം കളിക്കുന്നുണ്ട്.
ഇതിൽ എന്ത് അർത്ഥമാണുള്ളത്, എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. MLA-മാരുടെയൊക്കെ ജോലി എന്താ പിന്നെ? തൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ആശുപത്രി, ആ ആശുപത്രിയുടെ പ്രവർത്തനം എങ്ങനെ മുൻപോട്ട് പോകുന്നു, അവിടെ മരുന്നുണ്ടോ എന്നൊക്കെ കൂടി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ MLA-ക്കില്ലേ? MLA മാത്രമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവിടുത്തെ ഓരോ പൊതുപ്രവർത്തകനും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളിൽ നടക്കുന്ന വളരെ മോശപ്പെട്ട ദയനീയമായ അവസ്ഥകളൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഗവൺമെൻറ് ആശുപത്രികൾക്കകത്ത് കയറാനോ ഷൂട്ട് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ ചില പരിമിതികൾ ഏർപ്പെടുത്തിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ മുമ്പിലെത്താൻ സാധിക്കാത്തത്. ഇപ്പോൾ ആശുപത്രിയിൽ പോകുന്ന മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോകുന്ന ആളുകൾ ഈ പ്രശ്നം അവർക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവരെങ്ങനെ എത്തിക്കും? അതിനുള്ള സോഴ്സ് എന്താണ്? പലരും ചോദിക്കും, ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളുണ്ട്, ഒരു ലൈവ് ഇട്ടാൽ പോരെന്ന്. അതിന് സമ്മതിക്കണ്ടേ? കാരണം പല മെഡിക്കൽ കോളേജിലും പോയിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി അവരെ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമുക്ക് മുമ്പിലില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്താണ്? രോഗികളെയും കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർ ഗുണ്ടകളെ പോലെ രോഗിയുടെ ബൈസ്റ്റാൻഡറെ മർദ്ദിച്ച സംഭവങ്ങളില്ലേ? അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഒരു മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അവിടെയുള്ള MLA-ക്കും അവിടെയുള്ള പൊതുപ്രവർത്തകർക്കും അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഇതിനകത്തൊരു കൂട്ട ഉത്തരവാദിത്തമുണ്ട്. ആ കൂട്ട ഉത്തരവാദിത്തം നടപ്പിലാക്കാത്തതിൻ്റെ, നിർവഹിക്കാത്തതിൻ്റെ രക്തസാക്ഷിയാണ് ഈ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും കോട്ടയത്ത് സജീവ സാന്നിധ്യമാണ്. ഈ ബിന്ദു ചേച്ചിയുടെ മരണത്തെ എങ്ങനെ ആഘോഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഓട്ടാക്കി മാറ്റാം എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തൊക്കെ യാഥാർത്ഥ്യങ്ങളില്ലേ? ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കൂടിയുണ്ട്. അതെ, ആ ഉത്തരവാദിത്വം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റെടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ പരിധിയിൽ പെട്ടത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ഈ മെഡിക്കൽ കോളേജ് വികസന സമിതി എന്ന് പറയുന്നൊരു സമിതിയുണ്ട്. അവർക്ക് എന്താണ് ജോലി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് റെമ്യൂണറേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഒരു MLA ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് വികസന സമിതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് വികസന സമിതിക്കകത്ത് ഈ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയൊക്കെ പോയിട്ട് മിണ്ടാതിരിക്കുമോ? അവർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ പാടില്ലേ? അവിടെ ഇവരെല്ലാവരും പരസ്പര അന്തർധാരയുണ്ടാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളൊക്കെ നടത്തി പരസ്പരം വീതം വെച്ച് ചായ കുടിച്ച് പിരിയുന്നതിനപ്പുറത്തേക്ക് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയമോ ആരോപണങ്ങളോ ഇതൊന്നുമില്ല. അവിടെ വീതം വെപ്പുകൾ മാത്രമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ പ്രതിപക്ഷ സ്വരമായിട്ട് മാറാൻ, അതായത് ഈ ആശുപത്രി വികസന സമിതിക്കകത്തൊക്കെ പ്രതിപക്ഷ സ്വരമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കണ്ടേ? അത് സാധിച്ചിട്ടില്ലെന്നേ. കാരണം ആശുപത്രിയിൽ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വേദി കൂടിയല്ല ഈ ആശുപത്രി വികസന സമിതികൾ. ഈ വികസന സമിതികളിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സൈലന്റ് ആയിട്ട് പോകുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, വീതം വെപ്പ് നടക്കുന്നുണ്ട് അതിനകത്ത്. അത് ചെറിയ രീതിയിലാണെങ്കിൽ തന്നെയും അതിനകത്ത് വീതം വെപ്പ് നടക്കുന്നുണ്ട്. അവർക്ക് അത്രയൊക്കെ മതി. ഈ ആശുപത്രി വികസന സമിതി പോകുന്ന ആളുകൾക്ക് അത്രയൊക്കെ മതി. 5000, 10000 ഒക്കെ മതി. എന്നാലും എല്ലാവരും കൊള്ളയടിക്കുന്നു. ആ കൂട്ടത്തിൽ എനിക്കൊരു 5000 സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഖജനാവിൽ ഞാനൊരു 5000 രൂപ അടിച്ചു മാറ്റിയല്ലോ എന്നൊക്കെ വളരെ അഭിമാനപൂർവ്വം കരുതുന്ന ആളുകളാണ് ഇത്. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഇവിടുത്തെ പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും DYFI ഒക്കെ, DYFI ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന ആയതുകൊണ്ട് അവർക്ക് ഒന്നും ഇടപെടാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനകളോ, യൂത്ത് കോൺഗ്രസ് ഒക്കെ കോട്ടയത്ത് വളരെ സജീവമല്ലേ, പ്രതികരിക്കേണ്ടവർ. അവരെന്താ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ കെട്ടിടം ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇവരുടെ ഒരു നേതാക്കന്മാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? കാരണം യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും റീൽസിലേക്കും ടിക്ടോക്കിലേക്കും പോയി അവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുവാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യൂത്ത് കോൺഗ്രസിന്റെ പല നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു. പെരുമ്പാവൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംഘപരിവാർ BJP-കാരനായി മാറിയെന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള വളരെ വൈരുദ്ധ്യം നിറഞ്ഞ രീതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ ഒന്നും യൂത്ത് കോൺഗ്രസ് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ വിമർശന വിധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ്. സർക്കാർ ഇനി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ ഇനി ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടും എന്ത് കാര്യമുണ്ട്? കാരണം ഒരു ജീവൻ അവിടെ പൊരിഞ്ഞു. ഒരു സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ, കാരണം ഇതിൻ്റെ അകത്ത് 1 ലക്ഷമോ 10 ലക്ഷമോ കിട്ടുന്നതിലല്ലോ ആ മകന് നഷ്ടപ്പെടുന്ന അമ്മയുടെ സ്നേഹം, അതിന് ആർക്ക് വിലയിടാൻ പറ്റും? ജോലി ചെയ്തിട്ട് കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊടുക്കാൻ പറ്റാതെ പോയൊരു, അതാണ് ഞാൻ പറഞ്ഞത്. ആ
ഒരു സ്വന്തം അമ്മയുടെ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അതിനൊക്കെ ആർക്കാണെന്ന് വിലയിടാൻ പറ്റുക? അതിനുശേഷം ഇവരൊക്കെ അതിനെ വിലയിട്ടുകൊണ്ട് അതിനെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? അതൊക്കെ എത്രത്തോളം വിരോധാഭാസമാണ് ഇതൊക്കെ. കാരണം അവിടെ പോയി ഇന്നലെ അവിടെ വന്ന് ഞാൻ പറഞ്ഞ അവിടെ വന്നിരുന്ന ഒരു MLA-മാർക്കും ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ വന്ന് ഷോ കാണിച്ച ഒരു MLA-മാർക്കും അങ്ങനെ പ്രതികരിക്കാനായിട്ടുള്ള യോഗ്യതയില്ലെന്നേ. ചാണ്ടി ഉമ്മനോടൊക്കെ ഏറെ ബഹുമാനമുണ്ട് നമുക്ക്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഏറെ ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, അവർക്കൊന്നും അതിനൊരു യോഗ്യതയില്ല. കാരണം അവരിതിനു മുമ്പ് പരിശോധിക്കേണ്ടിയിരുന്നു, മെഡിക്കൽ കോളേജുകൾ പോയി പരിശോധിക്കേണ്ടിയിരുന്നു. ഇപ്പം മുഹമ്മദ് റിയാസൊക്കെ പല PWD റെസ്റ്റ് ഹൗസുകളും പോയി സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ ട്രോൾ ഇറക്കാറുണ്ട്, മാധ്യമങ്ങളെ കൂട്ടിപ്പോയി പരിശോധിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആയിക്കൊള്ളട്ടെന്നേ. അതുകൊണ്ടാണ് PWD റെസ്റ്റ് ഹൗസുകളിലൊക്കെ കുറച്ചെങ്കിലുമൊക്കെ അത് വെടിപ്പായിട്ട് കിടക്കുന്നത്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ PWD റെസ്റ്റ് ഹൗസുകളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലം MLA-മാർക്ക് ഇടയ്ക്ക് തങ്ങളുടെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഗവൺമെൻറ് ഓഫീസുകൾ, ഇപ്പോൾ കൃഷിഭവൻ ആയിക്കൊള്ളട്ടെ, നമ്മുടെ നാട്ടിലെ പല പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്താണ്? ആ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള കെട്ടിടങ്ങൾ പലയിടത്തും ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കൃഷിഭവൻ, അവിടെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ലേ? വില്ലേജ് ഓഫീസുകൾ, ഇവരുടെ വാട്ടർ അതോറിറ്റി, ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റേതര സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളുടെ ഒരു സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന MLA-മാർക്കുണ്ട്. അതല്ലാതെ തൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് മന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ഈ സ്ഥലത്തെ MLA-യുടെയാണ്. ഉത്തരവാദിത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ പകരം വെക്കാൻ പറ്റുന്ന ഒരു പേരായി വീണ ജോർജ് മാറിയിരിക്കുന്നു. വെക്കാൻ കൂടെ ശ്രമിച്ചു. അതുകൊണ്ട് ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 2 മണിക്കൂറോളം അത് വൈകിച്ചു. തീർച്ചയായും ഇന്നലെ അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ആ വാർഡ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണ്. അവിടെ കൃത്യമായിട്ട് അതിനകത്ത് 24 ന്യൂസിൻ്റെ അകത്ത് ഹാഷ്മിയാണ് ആ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ആ വാർഡ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കിടന്നിരുന്ന ഒരു രോഗിയുടെ ദേഹത്തേക്ക് ഈ പുട്ടിയുടെ അംശങ്ങളൊക്കെ വന്നിട്ട് അത് ചാണ്ടിയുമനൊക്കെ പോയി നോക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടിയുമനും കൂടെ പോയിട്ട് പരിശോധിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് പൊതുസമൂഹം വരുത്തി വെച്ച വിനയാണ്. അവിടുത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഒരാൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ബിൽഡിങ്ങിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത്. അടുത്തതാണ് മറ്റേ ജില്ലാ മെഡിക്കൽ ഓഫീസറും പിന്നെ നമ്മളുടെ എന്താ പറയുക ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയിലേക്കൊക്കെ പോകേണ്ടത്. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞൊരു വകുപ്പാണെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ആദ്യം മനസ്സിലാക്കണം. അത് പിണറായി വിജയന്റെ മുഖത്ത് തേക്കുന്ന കറുപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു വകുപ്പായിട്ട് എന്താ പറയുക ഈ ആരോഗ്യവകുപ്പ് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ കരുതാനായിട്ട്. അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പൊക്കെ കഴിവും ശേഷിയുമുള്ള ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകളെ ഏൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ജീവൻ വെച്ചുള്ള കളിയാണ്. ഇതിനകത്ത് ആരും രാഷ്ട്രീയം കാണരുത്. കോട്ടയം ജില്ലയിൽ രാഷ്ട്രീയ നേട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പ്രതിപക്ഷം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതിപക്ഷം ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ടെന്നേ, ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള ഈ 4 നിയോജക മണ്ഡലങ്ങളിലെ MLA-മാർ ഉറങ്ങുമായിരുന്നു? നമുക്കറിയാൻ പാടില്ലാതെ ചോദിക്കുന്നത്. കാരണം അവർ ഇന്നലെ വന്ന് അവിടെ പ്രതിഷേധിച്ചു, MP ഉൾപ്പെടെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിക്കുന്നതിന് പകരം ഇപ്പോൾ പറയായിരിക്കും ഫ്രാൻസിസ് ജോർജ് ഇപ്പോഴാണല്ലോ MP ആണ്. അതെ, മതി. അദ്ദേഹം MP ആയിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ 8 മാസം കഴിയാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോയി പരിശോധിക്കാമായിരുന്നല്ലോ. 1 വർഷം കഴിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമയത്തിനുള്ളിൽ പരിശോധിക്കാമായിരുന്നല്ലോ. അത് പരിശോധിച്ചിട്ടില്ല. അതിനുശേഷം അവിടെ പോയിട്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ചിട്ടുള്ള ബിന്ദു ചേച്ചി ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയാണ്. രാഷ്ട്രീയക്കാരുടെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിൻ്റെ രക്തസാക്ഷിയാണ് ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.